ഹായ് ഹലോ വെൽക്കം ടു വൺസ്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചിട്ടുള്ള ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ സ്റ്റഡി പ്ലാൻ ആണ്. ഓക്കെ, നമുക്കറിയാം ഇപ്പൊ അടുത്ത കൺഫർമേഷൻ കൊടുക്കാൻ വന്നിരുന്നു. അതായത് ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 10 നമ്മൾ കൺഫേം ചെയ്യണം ഈ എക്സാം എഴുതാൻ. സോ കാറ്റഗറി നമ്പർ 428/2023 പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എക്സാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് April to June ആണ്. ജൂൺ സ്ലോട്ടിലാണ്. അപ്പൊ ഏപ്രിലിൽ തന്നെ ഉണ്ടാവുന്ന രീതിയിലാണ് നമ്മൾ 75 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആയിട്ട് നമ്മൾ അറൌണ്ട് ഒരു 80-90 ദിവസമേ ഉള്ളൂ. അപ്പൊ അതിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം, അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഏതൊക്കെ മോഡ്യൂൾ നല്ലപോലെ സ്ട്രെസ് ചെയ്യണം, ഓരോ മോഡ്യൂളിലെ ടോപ്പിക്സ് എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സെഷനിൽ പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷനാണ്. സോ വാച്ച് ചെയ്യാൻ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്ന റിഗാർഡിംഗ് പോസ്റ്റ് നമ്മൾ നോക്കുന്നുണ്ട്, എക്സ്പെക്ടഡ് സിലബസ് നോക്കുന്നുണ്ട്, പിന്നെ എങ്ങനെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാം, അതേപോലെ നമ്മുടെ മെയിൻ പോയിന്റ് ഓഫ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ എന്താ 75 ഡേയ്സ് സ്റ്റഡി പ്ലാൻ. സോ അബൌട്ട് ദ പോസ്റ്റ് നിങ്ങൾക്ക് അറിയാം, ഇത് നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യേണ്ടത് 29 നവംബർ ആയിരുന്നു 2023. ദെൻ ഈ 418/2023 to 430/2023 ഒന്നിച്ച് വിളിച്ചാണ് പല കാറ്റഗറീസിൽ. അതിൽ നമ്മളിപ്പോൾ പെർട്ടിക്കുലർ ആയിട്ട് നോക്കാൻ പോകുന്ന 428/2023 ഇലക്ട്രിക്കൽ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. സാലറി നമ്മൾ നോക്കുമ്പോൾ മന്ത്ലി അറൌണ്ട് 26,500 to 60,700 വരുന്നത് നല്ലൊരു പേ ആണ് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ സാലറി തന്നെയാണ് വരുന്നത്. ആൻഡ് വേക്കൻസി നമ്മൾ നോക്കുമ്പോൾ സ്റ്റേറ്റ് വൈഡ് അല്ലേ? സ്റ്റേറ്റ് വൈഡ്. ഇതുവരെ ഡിസ്ട്രിക്ട് വൈസ് ആയിരുന്നു ഇതുവരെ എക്സാംസ് നടത്തിയിരുന്നത്. ഈ വട്ടാണ് സ്റ്റേറ്റ് വൈഡ് നടത്തുന്നത്. സോ വേക്കൻസി പറഞ്ഞിട്ടുള്ളത് 24 ആണ് ഇലക്ട്രിക്കലിന്. സോ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി മോർ ദാൻ ദാറ്റ്. നോട്ടിഫിക്കേഷൻ ടൈമിലുള്ളൊരു വേക്കൻസിയാണ് 24 പറഞ്ഞേക്കുന്നത്. എന്തായാലും അതിൽ കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മേഖലയിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് ഈ ഒരു ഇലക്ട്രിക്കൽ ട്രേഡിനാണ്. ഓക്കെ, ഇനി മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആണ്. ഏജ് ലിമിറ്റ് നമ്മൾ നോക്കുമ്പോൾ 18 to 36 ആണ്. അത് അപ്ലൈ ചെയ്യുമ്പോഴത്തെ പിന്നെ റിലാക്സേഷൻസ് ഉണ്ടല്ലേ? ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്സ്, OBC ആണെങ്കിൽ 3 years റിലാക്സേഷൻ, SC ST ആണെങ്കിൽ 5 years ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ട്. പിന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ടെക്നിക്കൽ ഹൈസ്കൂളിനുള്ള പാസ്, അതായത് സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ദ അപ്രോപ്രിയേറ്റ് ട്രേഡ്. അതായത് ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കലിന്, ഇലക്ട്രോണിക്സ് ആണെങ്കിൽ അപ്പോൾ ഓരോന്നും. അപ്പോൾ അല്ലെങ്കിൽ എന്താ പാസ് ആൻഡ് സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ്, +2 ആൻഡ് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കേഷൻ, അപ്രോപ്രിയേറ്റ് ട്രേഡ് അവർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ KGC സർട്ടിഫിക്കേഷൻ കോഴ്സ്. അപ്പൊ അതിനുള്ളവരാണ് എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു എക്സാമിന്. അപ്പൊ എന്നാലും നമ്മൾ ഇതൊന്നും പറഞ്ഞാണ്, ഇനി ഇതല്ലാണ്ട് അപ്ലൈ ചെയ്താലും ഇല്ലേ വെരിഫിക്കേഷൻ സമയത്ത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെയാണ് നമ്മുടെ എക്സ്പെക്ടഡ് സിലബസ് അല്ലേ? അപ്പോ നമ്മൾ സിലബസ് എന്ന് പറഞ്ഞാൽ മൊത്തം 10 മോഡ്യൂൾ ആയിട്ടാണ്. നമ്മൾ പ്രീവിയസ് നടന്ന എക്സാമിന്റെ ഡിസ്ട്രിക്ട് വൈസ് നടന്ന എക്സാമിന്റെ സിലബസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് വലിയ ചേഞ്ച് ഉണ്ടാവാൻ വഴിയില്ല. ഫൈനൽ ഇപ്പൊ തന്നെ വരും. അപ്പൊ 10 മോഡ്യൂളാണ്. ടോട്ടൽ 10 മോഡ്യൂൾസ് ആണ്. മോഡ്യൂൾ 1 നമ്മൾ എല്ലാ മോഡ്യൂളും 10 മാർക്ക് വെച്ചാണ് മുമ്പത്തെ സിലബസിൽ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ മോഡ്യൂൾ 1 നോക്കുമ്പോഴേക്കും ബേസിക് ഇലക്ട്രിസിറ്റി ആണ്. അതിൽ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി വരുന്നത്, ഫ്ലക്സ് ആൻഡ് സോൾഡറിംഗ് ടെക്നിക്ക്, പ്രോപ്പർട്ടീസ് ഓഫ് റെസിസ്റ്റൻസ് വരുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ടോപ്പിക്കാണ് കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ വരുന്നുണ്ട്. പിന്നെ ടൈപ്സ് ഓഫ് വയേഴ്സ് ആൻഡ് കേബിൾസ് വരുന്നുണ്ട്. ഇത്രയാണ് മോഡ്യൂൾ 1. അത് 10 മാർക്കിനാണ് ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. അതേമാതിരി മോഡ്യൂൾ 2 എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതായത് ഓംസ് ലോ തൊട്ട് തുടങ്ങുന്നു. ഓംസ് ലോ, കിർച്ചോഫ്സ് ലോ, കറന്റ് ലോ ആൻഡ് വോൾട്ടേജ് ലോ കിർച്ചോഫിന്റെ. പിന്നെ ഇഫക്ട്സ് ഓഫ് വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ്, ടെമ്പറേച്ചർ വേരി ചെയ്യുമ്പോൾ റെസിസ്റ്റൻസിൽ എന്തൊക്കെ മാറ്റം വരും. കെമിക്കൽ ഇഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്. ദെൻ ലോസ് ഓഫ് റെസിസ്റ്റൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ്, ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ്, കെയർ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് സെൽ, ബക്ലിംഗ് ആൻഡ് സെഡിമെന്റേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മോഡ്യൂളിൽ വരുന്നത്. ഇതിനും 10 മാർക്സ് ആണ്. പിന്നെ നമ്മൾ മോഡ്യൂൾ 3 നോക്കാൻ നേരത്തെ മാഗ്നറ്റിസം ആണ്. അതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്, പാരാമാഗ്നറ്റിക്, ഡയമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ വരുന്നുണ്ട്, ഇലക്ട്രോമാഗ്നറ്റിസം, ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് റൂൾ വരുന്നുണ്ട്, MMF, ഫ്ലക്സ് ഡെൻസിറ്റി, റിലക്റ്റൻസ്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ലെൻസ് ലോ, പിന്നെ കപ്പാസിറ്റർ, ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ്. സെയിം നേരത്തെ പറഞ്ഞ പോലെ 10 മാർക്കിനാണ് ഈ ഒരു മോഡ്യൂൾ. ഇതൊക്കെ നമുക്ക് നോക്കിയാൽ നമ്മളൊരു +2 ലെവലിൽ പഠിച്ച് വന്ന കാര്യങ്ങളാണ്. ദെൻ 4th മോഡ്യൂൾ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആൻഡ് എർത്തിങ്. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറന്റ്, AC കറന്റ്, അതിന്റെ ബേസിക് തൊട്ട് പീരീഡ്, ഫ്രീക്വൻസി, പീക്ക് വാല്യൂ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതിന്റെ ജനറേഷൻ കാര്യങ്ങൾ. പിന്നെ ടൈപ്സ് ഓഫ് വയറിംഗ്, ബോത്ത് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ. ഓക്കെ, ടൈപ്സ് ഓഫ് വയറിംഗ് നമുക്ക് പഠിക്കാനുണ്ട്, ക്ലീറ്റ് വയറിംഗ്, കോണ്ടിറ്റ് വയറിംഗ്, അങ്ങനത്തെ കാര്യം. പിന്നെ ഗ്രേഡിംഗ് ഓഫ് കേബിൾ ആൻഡ് വയേഴ്സ്, ടൈപ്സ് ഓഫ് എങ്ങനെയാണ് അതിന്റെ വയേഴ്സ് ഗേജ് കാര്യങ്ങൾ. പിന്നെ കറന്റ് റേറ്റിംഗ് ആ വയറിന്റെ. പിന്നെ ടെസ്റ്റിംഗ് ഓഫ് ഇൻസ്റ്റലേഷൻ ബൈ മെഗർ. അതായത് ഇതിലിപ്പോ എർത്തിങ്
പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് എർത്ത് റെസിസ്റ്റൻസിന്റെ എർത്ത് മെഗറിനെ കുറിച്ചിട്ടായിരിക്കും ഈ മോഡ്യൂളിൽ അവർ സ്പെസിഫൈ ചെയ്യുക. ഇൻസുലേഷൻ മെഗറും ഉണ്ട്, എർത്ത് മെഗറും ഉണ്ട് നമുക്കറിയാം. അപ്പൊ എർത്തിങ്ങിനെ പറഞ്ഞുകൊണ്ട് എർത്തിങ് റിലേറ്റഡ് കാര്യമായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും. നെക്സ്റ്റ് സോ ഇതിനും 10 മാർക്കാണ് വരുന്നത്. ഇനി മോഡ്യൂൾ 5 നമ്മൾ നോക്കുമ്പോൾ DC മെഷീൻ ആണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അതിൽ DC ജനറേറ്റേഴ്സ് വരുന്നുണ്ട്, പല ടൈപ്പ് ഓഫ് DC ജനറേറ്റർ, പിന്നെ EMF ഇക്വേഷൻ, പിന്നെ ഡിസ്ക്രിപ്ഷൻ ഓഫ് സീരീസ് ഷണ്ട് ആൻഡ് കോമ്പൗണ്ട് ജനറേറ്റർ, DC മോട്ടർ, പിന്നെ പല ടൈപ്സും, പിന്നെ സ്റ്റാർട്ടർ പോയിന്റ്സ്, സ്റ്റാർട്ടേഴ്സ് 3.4 സ്റ്റാർട്ടർ 4 സ്റ്റാർട്ടർ, അതിന്റെ സ്പീഡ് കൺട്രോൾ. അപ്പൊ നമുക്ക് ഈ മോഡ്യൂൾ നോക്കുമ്പോൾ നമ്മൾ ബേസിക്കലി പറഞ്ഞു ഫ്ലെമിക്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, റൈറ്റ് ഹാൻഡ് റൂൾ ഒക്കെ. അപ്പൊ മോട്ടറിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ജനറേറ്ററിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ വരും. മോട്ടർ ടൈപ്സ് ഓഫ് മോട്ടർ കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് AC മോട്ടേഴ്സ് ആണ്. AC മോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബോത്ത് സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ് ഉണ്ട്. അതായത് അസിങ്ക്രണസ് മെഷീൻ എന്ന് പറയുന്നത് ഇൻഡക്ഷൻ മെഷീനും സിങ്ക്രണസ് മെഷീൻ എന്ന് പറയുന്നത് സിങ്ക്രണസ് സ്പീഡിൽ ഓടുന്ന മെഷീനും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം AC മോട്ടേഴ്സിൽ അതിൽ തന്നെ സിംഗിൾ ഫേസും 3 ഫേസും ഉണ്ട്. ഇപ്പൊ ഇൻഡക്ഷൻ മെഷീൻസ് പറയുകയാണെങ്കിൽ സ്ലിപ്പ് റിംഗും സ്ക്വിറൽ ഗേജും ഉണ്ട്. അപ്പൊ ഇതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റാർട്ടിംഗ് മെത്തേഡ്സ്, ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ, സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ, സ്ലിപ്പ് റിംഗ് വാട്ടർ സ്റ്റാർട്ടേഴ്സ് ആണ് ഇതൊക്കെ ബേസിക്കലി വരുന്നത്. ഓക്കെ, ഇതിൽ തന്നെ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടറും കൂടെ ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് മെത്തേഡാണ്. ദെൻ AC മോട്ടോർ പാനൽ വയറിംഗ്, ഫേസ് സീക്വൻസ്, ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ AC മോട്ടറിൽ നമ്മൾ പെട്ടെന്ന് ഇൻഡക്ഷൻ മെഷീൻ മാത്രമാണ്, ഇൻഡക്ഷൻ മോട്ടോഴ്സ് മാത്രം മനസ്സിൽ വരിക, പക്ഷെ സിങ്ക്രണസ് മോട്ടോഴ്സും ഈ എക്സാമിന് ഉണ്ടാവും. അതേമാതിരി സിംഗിൾ ഫേസിൽ നമുക്ക് കപ്പാസിറ്റർ, സ്റ്റാർട്ട് കപ്പാസിറ്റർ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പ്ലിറ്റ് ഫേസ് മോട്ടോഴ്സ്, അതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. അതിന്റെയൊക്കെ ആപ്ലിക്കേഷൻ, സിംഗിൾ ഫേസ് മോട്ടോഴ്സ് ഏതൊക്കെ, യൂണിവേഴ്സൽ മോട്ടോഴ്സിന്റെ കാര്യങ്ങളൊക്കെ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്, മിക്സിയിൽ ഏതാണ്, മിക്സർ ഗ്രൈൻഡറിൽ ഏത് മോട്ടറാണ് യൂസ് ചെയ്യുന്നത്, സ്വിമ്മിംഗ് മെഷീനിൽ ഏത് മോട്ടറാണ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ മോഡ്യൂളിന് എക്സ്പെക്ട് ചെയ്യാം. ഇനി വരുന്നതാണ് മോഡ്യൂൾ 7 ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്. അതിൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് വരുന്നുണ്ട്, പിന്നെ ഇൻഡിക്കേഷൻ ടൈപ്സ് ആൻഡ് ഡിഫ്ലക്റ്റിംഗ് ടൈപ്സ് വരുന്നുണ്ട്, പിന്നെ കൺട്രോളിംഗ് ടോർക്ക് ആൻഡ് ഡാമ്പിംഗ് ടോർക്ക്, അതേപോലെ തന്നെ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ, EMF ഇക്വേഷൻ ഓഫ് ട്രാൻസ്ഫോമർ, പിന്നെ ട്രാൻസ്ഫോമറിന്റെ ഓപ്പറേഷൻ, കൂളിംഗ്, പ്രൊട്ടക്റ്റീവ് ഡിവൈസസ്. ഇത് മോഡ്യൂൾ 7 വരുന്നത്. അതും അറൌണ്ട് 10 മാർക്സിനാണ് എന്ത് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഇലക്ട്രിക്കൽ മെഷീൻസിൽ മെയിൻ ആയിട്ട് സ്റ്റാറ്റിക് മെഷീനും റൊട്ടേറ്റിംഗ് മെഷീനുമാണ്. റൊട്ടേറ്റിംഗ് മെഷീനാണ് നമ്മൾ DC മെഷീനായിട്ടും കണ്ട്, AC മെഷീനായിട്ടും കണ്ട്. പിന്നെ സ്റ്റാറ്റിക് മെഷീനിലെ ട്രാൻസ്ഫോമർ ഈ ഇൻസ്ട്രുമെന്റ്സിന്റെ കൂടെയാണ് അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ഗോയിങ് ടു ദ നെക്സ്റ്റ് മോഡ്യൂൾ, ഇലുമിനേഷൻ ആൻഡ് ബേസിക് ഇലക്ട്രോണിക്സ്. അപ്പൊ ഇതിൽ നമ്മുടെ 2 ഭാഗം ബേസിക് ഇലക്ട്രോണിക്സും കമ്പൈൻഡ് ആയിട്ടുണ്ട്. അതായത് ലോസ് ഓഫ് ഇലുമിനേഷൻ, ടൈപ്സ് ഓഫ് ലാമ്പ്, ആർക്ക് ലാമ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഡൊമസ്റ്റിക് അപ്ലയൻസസ്, ആർക്ക് ലാമ്പ്, അങ്ങനത്തെ ലാംപ്സ് എന്നൊക്കെ കുറെ ക്വസ്റ്റ്യൻസ്, ആ ടൈപ്പ് ഓഫ് കളർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ദെൻ സെമി കണ്ടക്ടർ, ഇലക്ട്രോണിക്സിന്റെ ഭാഗത്ത് സെമി കണ്ടക്ടർ, P ടൈപ്പ്, N ടൈപ്പ്, അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയോഡ്, റെക്ടിഫയർ, ട്രാൻസിസ്റ്റർ, ടൈപ്സ് ഓഫ് റെക്ടിഫയർ, ഏതൊക്കെ ലോഡ്, അതിന്റെ റിപ്പിൾ ഫാക്ടർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇതില് സെമി കണ്ടക്ടറും ഇനീഷ്യലി ഉള്ള മോഡ്യൂൾ മറ്റേ കണ്ടക്ടർ, സെമി കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതും 10 മാർക്കിന് തന്നെയാണ് മോഡ്യൂൾ 8 വരുന്നത്. പിന്നെ വരുന്നതാണ് മോഡ്യൂൾ 9. മോഡ്യൂൾ 9 പവർ ജനറേഷൻ ആണ്. സോഴ്സസ് ഓഫ് എനർജി, ജനറേഷൻ സോഴ്സ് ഓഫ് എനർജി വരുന്നുണ്ട്. അത് പല സോഴ്സസ് അല്ലെ, സോളാർ ആവാം, ന്യൂക്ലിയർ, അങ്ങനെ പല സോഴ്സസ് വൈഡ് ആയിട്ട് നമ്മള് കൺവെൻഷണലും നോൺ കൺവെൻഷണലും പഠിക്കുന്നത്. അപ്പൊ ആ കൺവെൻഷൻ ടൈപ്പില് ഹൈഡ്രോ തെർമൽ, ഡീസൽ പവർ പ്ലാന്റ്, അങ്ങനത്തെ കാര്യങ്ങൾ, ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ദെൻ സോളാർ, ഇപ്പൊ ലേറ്റസ്റ്റ് ജിയോ തെർമൽ, ടൈഡൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതൊരു വൈഡ് ടോപ്പിക് ആണ് വരുന്നത്. 10 മാർക്കിനുള്ള ടോപ്പിക്കാണ്. ബേസ് ലോഡ് ഏതാണ്, ബേസ് ലോഡ് പവർ പ്ലാന്റ് ഏതാണ്, പീക്ക് ലോഡ് പവർ പ്ലാന്റ് ഏതാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ നന്നായി. പിന്നെ നെക്സ്റ്റ് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് മെയിൻലി. അപ്പൊ അതിൽ ലൈൻ ഇൻസുലേറ്റേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ AC ട്രാൻസ്മിഷൻ, DC ട്രാൻസ്മിഷന്റെ ഒരു കമ്പാരിസൺ, എങ്ങനെയാണ് 3 ഫേസ് ഹൈ വോൾട്ടേജിൽ എന്തുകൊണ്ടാണ് നമ്മൾ DC പ്രിഫർ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മുടെ സർക്യൂട്ട് ബ്രേക്കേഴ്സ്, റിലേ, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, സോ ഇതും 10 മാർക്സ് ആണ് വരുന്നത്. 10 മോഡ്യൂളും 10 മാർക്ക് വെച്ച് 100 മാർക്ക് അല്ലെ ടോട്ടൽ ആയിട്ട് വരുന്നത്. അതില് എല്ലാ മോഡ്യൂളും നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഒന്ന് സ്കിപ്പ് ചെയ്ത് മറ്റേതെന്ന് വിചാരിക്കരുത്. കാരണം നമുക്ക് എന്തായാലും നല്ലൊരു റാങ്കിൽ എത്തണം. അപ്പൊ എല്ലാ മോഡ്യൂളും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രിപ്പയർ ചെയ്താലേ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റിൽ വരാൻ പറ്റും. പിന്നെ ഒരു പെരിഫറൽ ലെവൽ പ്രിപ്പറേഷൻ എന്ന് വിചാരിക്കേണ്ട, ഏറ്റവും ഡീപ്പായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഒരു എന്താ പറയാ, ട്രേഡ്സ്മാൻ ലെവലല്ലേ എന്ന് വിചാരിച്ചിട്ട് ഡീപ്പായി പോവാതെ ഇരിക്കേണ്ട, കുറച്ച് ആപ്ലിക്കേഷൻ ലെവലായിട്ട് പഠിക്കാൻ നോക്കിയാൽ നന്നായിരിക്കും.
ഇനി നമ്മൾ നോക്കേണ്ടതാണ് മെയിൻ തിങ് അല്ലെ, നമ്മുടെ ഈ സെഷനിലെ ഏറ്റവും ഹൈലൈറ്റ് ഉള്ള കാര്യം 75 ഡേയ്സ് സ്റ്റഡി പ്ലാൻ അല്ലെ. അപ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ പ്ലാനിങ് വിത്തൗട്ട് ആക്ഷൻ, ആക്ഷൻ വിത്തൗട്ട് പ്ലാനിങ് ഇസ് ഫ്യൂട്ടൈൽ എന്നാണ്. എന്ത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ആ ഓറിയന്റിൽ തന്നെ പ്രിപ്പയർ ചെയ്താലേ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പ്ലാൻ പുട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ചേഞ്ചസ് ചെയ്യാം അല്ലെ. ഇനിയൊരു മോഡ്യൂൾ വേണേൽ സ്റ്റാർട്ടിങ് കൊടുക്കാം അല്ലെ, അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം. ഓരോ ആൾക്കാരുടെ ഇൻട്രസ്റ്റ്, ചില ആൾക്കാർ കുറച്ച് ടഫ് ആയിട്ടുള്ള ഭാഗമായിരിക്കും ആദ്യം പ്രിപ്പയർ ചെയ്യാം, കാരണം പിന്നെയും റിവൈസ് ചെയ്യുമ്പോൾ അത് ഇതാവും. പക്ഷെ ചിലവരാണെങ്കിൽ അതിൽ സ്റ്റക്കായി പോകാന്ന് വെച്ചിട്ട് ഈസി ഉള്ളത് ഇതാക്കിയാലും വിട്ടുകളയണവരും ഉണ്ട്, വേണ്ടെന്ന് വെച്ചു. പക്ഷെ അങ്ങനെ വിട്ടുകളയരുത്. എല്ലാ മോഡ്യൂളും ഒരേപോലെ പ്രിപ്പയർ ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യണം നിങ്ങളുടെ ഈസ് ഓഫ് എങ്ങനെയാന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുക, ബട്ട് എല്ലാ മോഡ്യൂളും എന്താ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ നമ്മുടെ ഒരു ആക്ഷൻ ഓഫ് പ്ലാൻ എന്ന് പറയുന്ന നേരത്തെ നമ്മൾ ഇവിടെ ഒരു 12 സെക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ മോഡ്യൂൾസിനും ഇത്ര ഡേയ്സ് നമ്മൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിന് ഒരു ഡേറ്റ്സ്, അതേപോലെ റിവിഷൻ മോക്ക് ടെസ്റ്റിന് ഒരു ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനീഷ്യലി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് നമ്മളൊരു 4 ഡേയ്സ് ആദ്യമേ കാണിച്ചേക്കുന്നത്, ആദ്യമേ കളക്ട് ചെയ്യുക ഏതൊക്കെ നേരത്തെ ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ ഓരോ ടോപ്പിക് പഠിക്കുമ്പോഴും അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ അപ്പൊ ഒന്ന് ചെയ്തു പോകാൻ ശ്രമിക്കുക. അപ്പൊ അത് മുന്നേ കളക്ട് ചെയ്ത് വെച്ചാൽ, അതിന്റെ സൊല്യൂഷൻ ഒക്കെ കളക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഒരു പിന്നെ അത് റിവൈസ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇനീഷ്യലി ആ പഠിച്ച ഉടനെ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ പോരായ്മ ഉണ്ട് അങ്ങനെ അറിയാം നമുക്ക്. അപ്പോൾ അതിനൊരു 4 ഡേയ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഇനീഷ്യലി അറ്റ് ദി എൻഡ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. സോ സ്റ്റാർട്ടിംഗ് വിത്ത് മോഡ്യൂൾ 1 നമ്മൾ ബേസിക് ഇലക്ട്രിസിറ്റി അതിന്റെ ടോപ്പിക്സ് പറഞ്ഞു. അതിനൊരു 8 ഡേയ്സ് ആണ് നമ്മൾ അലോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനൊരു 8 ഡേയ്സ് കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബേസിക് ഇലക്ട്രിസിറ്റി ബാക്കിയെല്ലാം അതുമല്ല, മോഡ്യൂൾ 1ഉം 2ഉമാണ് ബാക്കി എല്ലാതും കണക്ട് ചെയ്ത് വരുന്നത്. അപ്പൊ നല്ലൊരു ബേസ് വേണം. ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ പോലെ നല്ലൊരു ബേസ് എന്താ മോഡ്യൂൾ 1ൽ നമുക്ക് വേണം. അതേമാതിരി മോഡ്യൂൾ 1ൽ ആ സോൾഡറിംഗ് ടെക്നിക്സ് അങ്ങനത്തെ കുറച്ച് തിയറി പോർഷൻ ഉണ്ട്. അപ്പൊ അത് കുറച്ച് റിവൈസ് ചെയ്ത് തന്നെ പോകണം. പിന്നെ വരുന്നതാണ് മോഡ്യൂൾ 2 ഓംസ് ലോ ആൻഡ് സെൽസിന് നമ്മളൊരു 6 ഡേയ്സ് ആണ് അലോട്ട് ചെയ്തേക്കുന്നത്. അതിലും +2 ലെവൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി കുറച്ച് സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ അങ്ങനത്തെ അതൊരു റെസൊണൻസ് ലെവൽ വരെയൊക്കെ പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പാരലൽ കണക്ഷന്റെ ഒക്കെ റെസൊണൻസ് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വരുന്ന മോഡ്യൂൾ 3 മാഗ്നറ്റിസത്തിന് അറൌണ്ട് ഒരു 5 ഡേയ്സ് ആണ് നമ്മൾ അലോട്ട് ചെയ്തേക്കുന്നത്. അതൊരു 5 ദിവസം കൊണ്ട് തന്നെയാണ്, 4 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യാവുന്നുള്ളൂ. നല്ലൊരു 1 ഡേ ബഫർ ഒരു 5 ഡേയ്സ് നമ്മൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡീപ്പ് ലെവലിൽ തന്നെ നിങ്ങൾക്ക് എന്താ ഒരു റൗണ്ട് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആ നോട്ട്സ് ഒക്കെ ഒന്നും കൂടെ റിവൈസ് ചെയ്യാന്നുള്ള ഇതില്. Then next is alternating current and earthing. നേരത്തെ പറഞ്ഞ മാതിരി ഓൾട്ടർനേറ്റിംഗ് കറന്റ് ജനറേഷൻ എങ്ങനെ, അതിന്റെ സിംഗിൾ ഫേസിന്റെയും 3 ഫേസിന്റെയും കാര്യങ്ങളൊക്കെ ടൈം പീരീഡ്, അതിന് ആ ടൈം പീരീഡും ഫ്രീക്വൻസി ഒക്കെ വെച്ചിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ്, പീക്ക് വാല്യൂ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫോം ഫാക്ടർ, RMS വാല്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് വരും. അറൌണ്ട് ഒരു 5 ഡേയ്സ് ആണ് നമ്മൾ അതിന് അലോട്ട് ചെയ്തേക്കണം മോഡ്യൂൾ 4. അതേമാതിരി എർത്തിങ്ങിന്റെ ആ മെഗറിന്റെ കാര്യങ്ങളും ആ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നല്ലതായിരിക്കും. പിന്നെ മോഡ്യൂൾ 5 ആണ് നമ്മുടെ എന്ത് DC മെഷീൻ വരുന്നത്. അതിനൊരു 6 ഡേയ്സ് ആണ് നമ്മൾ അലോട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, DC മെഷീനിൽ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ സീരീസ്, ഷണ്ട്, കോമ്പൗണ്ട്, അതിന്റെ ഡിഫറൻഷ്യൽ കോമ്പൗണ്ട്, ക്യുമുലേറ്റീവ്ലി കോമ്പൗണ്ട്, അപ്പൊ ഓരോന്നും എവിടെയാണ് അതിന്റെ അപ്ലിക്കേഷൻ ലെവൽ വരുന്നതെന്ന് വിചാരിച്ചിട്ടുള്ള തന്നെ നോക്കുക, പഠിക്കുക. പിന്നെ മോഡ്യൂൾ 6 ആണ് എന്ത് AC മോട്ടോർ വരുന്നത്. AC മോട്ടറിൽ സിങ്ക്രണസും ഇൻഡക്ഷൻ മോട്ടറും ഉണ്ട്, പെർമനന്റ് മാഗ്നറ്റ് സിങ്ക്രണസ് മോട്ടർ ഒരുപാടുണ്ട് അല്ലേ. നമ്മളൊരു 10 ദിവസം ഏറ്റവും കൂടുതൽ അലോട്ട് ചെയ്തേക്കുന്ന AC മോട്ടോർ പ്രിൻസിപ്പൽ കാര്യങ്ങള്, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റാർട്ടേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ മോഡ്യൂൾ 7 ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് അറൌണ്ട് ഒരു 8 ദിവസം അലോട്ട് ചെയ്തിട്ടുണ്ട്. അതും ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് അല്ലെ. ഒരുപാട് ട്രാൻസ്ഫോമേഴ്സ് എന്താ പറയാ, ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മെഷീനാണ്. പിന്നെ അതേമാതിരി ഇൻസ്ട്രുമെന്റ്സ് പല ടൈപ്പ് ഉണ്ട്, PMMIയും PMMCയും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ മോഡ്യൂൾ 8 ആണ് ഇലൂമിനേഷൻ ആൻഡ് ബേസിക് ഇലക്ട്രോണിക്സ് അറൌണ്ട് ഒരു 7 ഡേയ്സ് അല്ലെ. അത് കണക്ട് ചെയ്ത് ഇലുമിനേഷൻ ഒരു പാർട്ടാണ്, ബേസിക് ഇലക്ട്രോണിക്സ് വേറൊരു പാർട്ടാണ്. അപ്പൊ അത് രണ്ടും ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക, 7 ഡേയ്സിൽ 4+3 അങ്ങനെ ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുക. ദെൻ പവർ ജനറേഷൻ നേരത്തെ പറഞ്ഞതാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പവർ പ്ലാന്റ്സ് തൊട്ട് പഠിക്കുക. അതിന്റെ തെർമൽ, ന്യൂക്ലിയർ, അതിന്റെ ഒക്കെ കൺസ്ട്രക്ഷൻ ഓരോന്നിന്റെ, ഇപ്പൊ ഹൈഡ്രൽ പവർ പ്ലാന്റ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ അതിലും കുറച്ച് ദിവസം നമ്മളൊരു 4 ദിവസത്തോളം ഉള്ളൂ പഠിക്കേണ്ടാവില്ല. കമ്പാരിറ്റീവ്ലി അതിനാണ് ഏറ്റവും കുറവ് വന്നേക്കുന്നത് 9-10 വേണ്ടി. അതേപോലെ മോഡ്യൂൾ 10ഉം ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അറൌണ്ട് ഒരു 4 ഡേയ്സ് ആണ് അലോട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത്രയും ഒരു 1 to 10 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ അറൌണ്ട് ഒരു 88 ദിവസം. ഇതിലിപ്പോ ഈ മോഡ്യൂൾ 9 and 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി രണ്ടും കൂടെ പവർ സിസ്റ്റം ആണ്. അപ്പൊ രണ്ടും കൂടെ അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്, 8 ഡേയ്സ് ആണ്. ഓക്കെ, ദെൻ മെഷീൻസിന്റെ ഒക്കെ മാതിരി തന്നെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടും കൂടെ സ്പ്ലിറ്റ് ആയിട്ട് മൊഡ്യൂളിൽ വന്നുകൊണ്ടാണ് നമ്മളത് കുറച്ചത്. അപ്പൊ ഇത്രയും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ അറൌണ്ട് ഒരു 63 ഡേയ്സോളം എന്താ കംപ്ലീറ്റ് ആവുന്നുണ്ട്. ബാക്കി ഒരു 12 ദിവസം ബാക്കിയുണ്ട്. 75 ഡേയ്സ് പ്ലാനിൽ ഒരു
12 ഡേയ്സും കൂടി നമുക്ക് പെൻഡിങ് വരുന്നുണ്ട്. അപ്പൊ അതിൽ എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നേരത്തെ കളക്ട് ചെയ്ത് എന്താ വർക്ക്ഔട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ കാര്യം അല്ലെ, റിവിഷനും മോക്ക് ടെസ്റ്റും അറൌണ്ട് ഒരു 8 ദിവസം. അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഏത് പോർഷനിലാണ് നമുക്ക് വീക്കർ ആയിട്ട് വന്നത്. അപ്പൊ ആ ഭാഗം റിവൈസ് ചെയ്യുക. നിങ്ങൾ ഇതൊക്കെ ഓരോ മോഡ്യൂൾ വെക്കുമ്പോൾ അതിനായി നോട്ട്സ് മേക്ക് ചെയ്യുക, ഫോർമുല ബുക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് റിവൈസ് ചെയ്യാം അല്ലെ, ഷോർട്ട് നോട്ട്സ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാം. അപ്പൊ നമ്മള് റിവിഷൻ അത് യൂസ് ചെയ്യാം. ലാസ്റ്റ് ഒരു 5 ദിവസത്തിൽ പെട്ടെന്ന് ഇത് മൊത്തം നമുക്ക് ഓടിച്ച് പിന്നെ അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റ് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ എക്സാംസ് എടുക്കുമ്പോൾ നമ്മുടെ ഒരു ഇവാലുവേഷൻ അറിയുള്ളൂ, നമ്മളൊരു തെറ്റ് പറ്റുമ്പോൾ അത് നോട്ട് ചെയ്യുക. അപ്പോ മോക്ക് ടെസ്റ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അത് മസ്റ്റ് ആയിട്ട് എടുക്കുക. സോ ഇതാണ് നമ്മുടെ ഒരു പ്ലാൻ. അപ്പൊ നിങ്ങളുടെ ഇതിനനുസരിച്ച് വേണേൽ മോഡിഫൈ. ചിലപ്പോൾ ചില മോഡ്യൂൾസ് നിങ്ങൾക്ക് നല്ലപോലെ അറിയായിരിക്കും, അപ്പൊ അതിന് അത്രയും ദിവസം വേണ്ടി വരില്ല. 8 എന്നുള്ളത് ചിലപ്പോൾ ഒരു 6 ആക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ഉള്ള മോഡ്യൂളിലേക്ക് അതിനനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ആ രീതിയിൽ ഇനീഷ്യലി നിങ്ങളൊരു പ്ലാൻ മേക്ക് ചെയ്യുക. ഈ 75 ഡേയ്സ് നിങ്ങളുടെ ഒരു പ്ലാൻ എന്ത് ചെയ്യുക, മേക്ക് ചെയ്യുക. ഇതിന് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് മേക്ക് കൊണ്ടുവന്നിട്ട് എന്നിട്ട് അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഷുവർ ആയിട്ട് എന്താണ് ഈ ഒരു അപ്കമിങ് എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെ വേറൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, ഈ ഒരു നിങ്ങൾ ഒന്നുകൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കോഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിന്റെ ഗോൾഡ് ബാച്ച് ആണ്. അതും ഈ ഒരു 75 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ബാച്ച് മേക്ക് ചെയ്തേക്കുന്നത്. സോ അതിൽ എന്താണ് ഹൈലൈറ്റ്സ് ഒക്കെ വരുന്നത്? ഹൈലൈറ്റ്സ് വരുന്നത് നമുക്ക് സ്മാർട്ട് വീഡിയോ ക്ലാസ്സസ് ആണ്. ഇവിടെ റെക്കോർഡഡ് ലെസൺസ് ആണ് നമുക്ക് അവൈലബിൾ ആപ്പ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യമുള്ള സമയത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കാണാവുന്നതാണ്. ഓക്കെ, ദെൻ ആ എല്ലാ ക്ലാസ്സിന്റെ ഈ മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ദെൻ വി ആർ പ്രൊവൈഡിങ് ഓൺലൈൻ ടെസ്റ്റ് സീരീസ്. പഠിച്ചത് നമുക്കൊന്ന് എത്രത്തോളം നമ്മൾ അവിടെ എത്തിയെന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞു ടെസ്റ്റ് സീരീസ് എന്തായാലും മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം. അതും നമ്മൾ ഇതിന്റെ ഒപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡൗട്ട് ക്ലിയറൻസ്, നിങ്ങൾ വീഡിയോ കാണുന്നു അല്ലെ, റെക്കോർഡ് സെഷൻസ് ആണ്, വീഡിയോ കാണുന്നു, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ ചോദിക്കാനുള്ള ഫീച്ചർ ഇന്നാപ്പ് ഉണ്ട്. വോയിസ് ആയിട്ടോ ചാറ്റ് ചെയ്തോ ചോദിക്കാൻ കറസ്പോണ്ടിങ് മെന്റേഴ്സ് അതിനുള്ള റിപ്ലൈ തരുന്ന. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ്, അതും ഇമ്പോർട്ടന്റ്. ടെസ്റ്റ് സീരീസ് പോലെ തന്നെയുള്ള PYQ ഡിസ്കഷൻസ് നമ്മൾ എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്. മുൻകാല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്തിട്ടുള്ള സെഷൻസ് നമ്മുടെ ആപ്പിൽ ഉണ്ടാവും. അതും നിങ്ങൾക്ക് മേക്ക് യൂസ് ചെയ്യാം. സോ ഇത്രയും ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യണം. അതും ഏറ്റവും ഗോൾഡ് ബാച്ച് ആയിട്ടാണ് നമ്മൾ ലോഞ്ച് ചെയ്തേക്കുന്നത്. 75 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലാണ്. അതും ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് നമ്മുടെ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ലിങ്കിലുള്ള ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഒരു 10 സ്റ്റുഡൻസിന് നമ്മളൊരു ഓഫർ കൊടുക്കുന്നുണ്ട്. 50% കോഴ്സിന് ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാം. എന്ത് ഡൗട്ട്സോ ക്വറീസ് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം. റിലേറ്റഡ് ടു ട്രേഡ്സ്മാൻ ആവട്ടെ, ഇല്ല റിലേറ്റഡ് ടു PSC ആവട്ടെ, കോഴ്സസ് ആവട്ടെ, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾ എല്ലാവരും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ സൈഡിൽ നിന്നുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ത്രൂ യൂട്യൂബ് ആവട്ടെ, നമ്മുടെ ചാനലാവട്ടെ. സോ കീപ് ഫോളോയിങ് അസ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു.